ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് ശ്രീരാജ് എന്നാണ്. സൈലത്തിലെ ഫിസിക്സിന്റെയും സയൻസ് ആൻഡ് ടെക്നോളജിയുടെയും ഫാക്കൽറ്റിയാണ്. സോ LDCയുടെ ആവേശത്തിൽ ഇരിക്കുന്ന നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിയത് ഫിസിക്സിലെ 3 മാർക്ക് ഉറപ്പിക്കാനുള്ള ചെറിയൊരു റിവിഷൻ മെത്തേഡുമായിട്ടാണ്. നമ്മളിപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം ഇനി ടോപ്പിക് വൈസ് റിവൈസ് ചെയ്യാൻ സമയമില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അതിനുവേണ്ടി കണ്ടെത്തിയ മാർഗം ഒരുപാട് ക്വസ്റ്റ്യൻസ് എടുത്ത് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും. നിങ്ങളിപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. എന്റെ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ അവിടെ. നമ്മൾ പഠിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെ, അതായത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കണമെന്നുണ്ടോ? ഇല്ല. അതുമായി കണക്ട് ആയ മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരിക്കത്തില്ലേ ചിലപ്പോൾ ചോദിക്കുക. അതിന് സാധ്യത കൂടുതലല്ലേ? സോ നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്നു, അത് പഠിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകൾ പഠിക്കുന്നു. അത് പഠിക്കാൻ വേണ്ടി കണക്റ്റിംഗ് മെത്തേഡ് എന്നൊരു മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സോ നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുന്നു, ആ ക്വസ്റ്റ്യന്റെ സോഴ്സ് മനസ്സിലാക്കുന്നു, അതുമായി ബന്ധപ്പെട്ട അവിടെ നിന്ന് തുടങ്ങി ആ ടോപ്പിക്കിൽ വരുന്ന, ഒരുപക്ഷെ ആ ഒരു സബ്ജക്റ്റിൽ വരുന്ന എല്ലാ കാര്യങ്ങളെയും ഇങ്ങനെ കണക്ട് ചെയ്ത് പോകാൻ വേണ്ടി പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ റിവിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു പേനയും പേപ്പറും പോലും വേണമെന്നില്ല. ഒരു യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിലെ ജോലികൾ ചെയ്യുമ്പോഴോ നിങ്ങൾക്ക് മൈൻഡിൽ തന്നെ ഇത് ആലോചിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ. സോ ആ ഒരു മെത്തേഡ് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതായിരിക്കും ഞാനിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനായി ഞാനിവിടെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. ഫിസിക്സിലെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നതിൽ അടിസ്ഥാന അളവിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദ്യം. അടിസ്ഥാന അളവിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ, ഭാരം, നീളം, താപനില, സമയം, 4 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ അടിസ്ഥാന അളവിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. അങ്ങനെ ഒരു ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് ഇത് എഴുതാൻ അറിയണമെങ്കിൽ എന്തറിയണം? ആദ്യം അടിസ്ഥാന അളവിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് അറിയണം. അതറിഞ്ഞാലല്ലേ കാര്യം നടക്കുള്ളൂ. ഈ ചോദ്യം വന്നിരിക്കുന്നത് അളവുകളും തോതുകളും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കിൽ നിന്നാണ്. നമ്മുടെ സിലബസ് തുടങ്ങുന്നത് തന്നെ അവിടെ നിന്നാണ്, നമുക്കറിയാവുന്ന കേസാണ്. സോ അതുകൊണ്ട് ഈ ടോപ്പിക് അല്ലെങ്കിൽ അളവുകളും തോതുകളും പഠിക്കാൻ വേണ്ടി 8ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കേണ്ടത്. 8ാമത്തെ ചാപ്റ്റർ ഏത് ക്ലാസ്സിലെ? 7ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ ആണ് യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്, അളവുകളെയും തോതുകളെയും പറ്റി പറയുന്നത്. സോ ആ ചാപ്റ്ററിൽ ഒരുപാട് കാര്യമുണ്ട്. അതിൽ നിന്ന് ഏറ്റവും ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് കണക്ഷൻ ചെയ്ത് അങ്ങ് തുടങ്ങാം. നോക്കിക്കോടാ, അടിസ്ഥാന അളവുകൾ 7 അടിസ്ഥാന അളവുകളാണുള്ളത്. ഏതൊക്കെയാണ് ആ 7 അടിസ്ഥാന അളവുകൾ? മാസ്, നീളം, സമയം, വൈദ്യുത പ്രവാഹ തീവ്രത, താപനില, പ്രകാശ തീവ്രത, പദാർത്ഥത്തിന്റെ അളവ്. ഇങ്ങനെ 7 അടിസ്ഥാന അളവുകളാണുള്ളത്. ക്ലിയർ? ഈ 7 അടിസ്ഥാന അളവുകളുടെയും യൂണിറ്റ് പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇത് പരീക്ഷയ്ക്ക് നിരന്തരമായിട്ട് ചോദിക്കാറുണ്ട്. മാസിൻ്റെത് കിലോഗ്രാം ആണ്, നീളം മീറ്റർ ആണ്, സമയം സെക്കൻഡ് ആണ്. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാം. എന്നാൽ പ്രകാശ തീവ്രത ആംബിയർ, താപനില കെൽവിൻ. ഇവിടെ ശ്രദ്ധിക്കുക, താപനിലയുടെ യൂണിറ്റ് നമ്മൾ സ്ഥിരം കേൾക്കുന്ന യൂണിറ്റ് ഏതാണ്? ഡിഗ്രി സെൽഷ്യസ് അല്ലേ? ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസ്, കെൽവിൻ, ഫാരൻഹീറ്റ്. ഇതെല്ലാം എന്തിന്റെ യൂണിറ്റ് ആണ്? താപനിലയുടെ യൂണിറ്റ് ആണ്. നമുക്ക് ഇതിൽ SI യൂണിറ്റ് ഏതാണ്? കെൽവിൻ ആണ് താപനിലയുടെ SI യൂണിറ്റ്. ആണ്. അങ്ങനെയാണെങ്കിൽ ഫാരൻഹീറ്റ് എന്താണടാ? ക്ലിനിക്കൽ തെർമോമീറ്ററുകളിൽ ഉപയോഗിക്കുന്ന ഏത് യൂണിറ്റ് ആണ്? ഫാരൻഹീറ്റ് ആണ്. എന്താണ് സാധനം? പനിയായിട്ട് ആശുപത്രിയിൽ പോകുമ്പോൾ അവരൊരു സംഭവം എടുത്ത് ഇങ്ങനെ വയ്ക്കത്തില്ലേ, വെച്ച് നമ്മുടെ പനി നോക്കത്തില്ലേ? അതാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ. വീട്ടിൽ വിളിച്ച് നിങ്ങൾ പറയും, അയ്യോ 100 ഡിഗ്രി പനി എന്ന് പറയും. 100 ഡിഗ്രി എന്ന് ഉദ്ദേശിച്ചത് ഡിഗ്രി സെൽഷ്യസിനെ ആണോ? മനുഷ്യന്റെ ശരീര താപനില 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ വെള്ളം തിളയ്ക്കുന്ന താപനിലയാണ്. 100 ഡിഗ്രി സെൽഷ്യസ് വലുതായാൽ നമ്മള് ബുൾസേ ആയി പോകും. അതുകൊണ്ട് അവിടെ ഉദ്ദേശിച്ചത് 100 ഡിഗ്രി സെൽഷ്യസ്. സി അല്ല, അത് ഏതാണ്? ഫാരൻഹീറ്റ് ആണ്. 100 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് അതിൽ എന്ത് ചെയ്തത്? അളന്നത്. മനസ്സിലായോ? അപ്പൊ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് ഏതെന്ന് വെച്ചാൽ ഏതെന്ന് പറയണം? ഫാരൻഹീറ്റ് എന്ന് പറയണം. മനസ്സിലായേ? ഇനി അതിനുശേഷം പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് ആണ് ഏത്? കാൻഡില. ഇവിടെ പദാർത്ഥത്തിന്റെ അളവാണ് ഏത്? മോള്. ഇത്രയും കാര്യം മനസ്സിലായോ? ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ എപ്പോഴും PSC ചോദിക്കുന്നത് ഭാരത്തെ ഉൾപ്പെടുത്തിയായിരിക്കും ചോദ്യം വരിക. ശ്രദ്ധിക്കുക, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. പക്ഷേ ഭാരത്തിന്റെ യൂണിറ്റ് ചോദിച്ചാൽ ഭാരത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഭാരത്തിന്റെ യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ ആണ്. സോ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിൽ എപ്പോഴും ഭാരത്തിന്റെ യൂണിറ്റ് ചോദിച്ചാൽ അവിടെ ഓപ്ഷൻ A ആയിട്ട് എപ്പോഴും ഏതായിരിക്കും കാണുക? കിലോഗ്രാം ആയിരിക്കും കാണുക. ശ്രദ്ധയോടെ പഠിക്കുക. ഭാരത്തിന്റെ യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ ആണ്. ഭാരത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ എന്തിന്റെ യൂണിറ്റ് ആണ്? ന്യൂട്ടൺ ബലത്തിന്റെ യൂണിറ്റ് ആണ്. ക്ലിയർ?
അപ്പോ ഒരു ഡൗട്ട് വന്നു, ബലത്തിന്റെ യൂണിറ്റ് അല്ലേ ന്യൂട്ടൺ, പിന്നെ എന്തുകൊണ്ട് ഭാരത്തിന്റെ യൂണിറ്റും ന്യൂട്ടൺ ആയി? എന്താ കാര്യം മനസ്സിലാവണമെങ്കിൽ എന്താണ് ഭാരം എന്നറിയണം. എടാ, ഒരു വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ഭൂഗുരുത്വാകർഷണ ബലമാണ് ഭാരം. ഒരു വസ്തുവിന്മേൽ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ മാസിനുമേൽ ഭൂമി പ്രയോഗിക്കുന്ന ഭൂഗുരുത്വാകർഷണ ബലമാണ് അതിന്റെ ഭാരം. എന്ന് വെച്ചാൽ ഭൂമി ഒരു വസ്തുവിനെ എങ്ങോട്ട് പിടിച്ച് വലിക്കും? കേന്ദ്രത്തിലോട്ട് പിടിച്ച് വലിക്കും. ആ പ്രയോഗിക്കുന്ന ബലത്തെ, ഭൂമി പ്രയോഗിക്കുന്ന ബലത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? ഭാരം എന്ന് വിളിച്ചത്. സോ ഭാരം ഒരു തരം ബലമാണ്. ഭാരം എന്ന് പറഞ്ഞാൽ ഭൂമി പ്രയോഗിച്ച ഒരു തരം ബലമാണ്. ഭാരം ഒരു തരം ബലമായതുകൊണ്ട് ഭാരത്തിന്റെ യൂണിറ്റ് ബലത്തിന്റെ യൂണിറ്റായ ഏത് തന്നെ ആയി? ന്യൂട്ടൺ തന്നെ ആയി. മനസ്സിലായോ? ഇനി അങ്ങനെയാണെങ്കിൽ ബലത്തിന്റെ യൂണിറ്റ് എന്തുകൊണ്ട് ന്യൂട്ടൺ ആയി? അത് പഠിക്കണം. അത് പഠിക്കാൻ വളരെ സിമ്പിൾ ആണ്. ഇവിടെ നോക്കിക്കോ, ബലം എന്ന ടോപ്പിക്ക് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ അവിടെ നമ്മൾ പഠിക്കും ബലത്തിന് ഒരു നിർവചനം നൽകിയത് ഏത് ചലന നിയമമാണ് എന്നൊരു ചോദ്യമുണ്ട്. അത് ഒന്നാം ചലന നിയമമാണ്, രണ്ടല്ല. ബലത്തിനൊരു സമവാക്യം ഇക്വേഷൻ കൊടുത്തതാണ് ഏത് ചലന നിയമം? രണ്ടാം ചലന നിയമം. ആ ഇക്വേഷൻ ആണ് ഏതടാ? F = ma. ബലം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ മാസിനെ ത്വരണം കൊണ്ട് ഇൻഡു ചെയ്താൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിക്ക്, എന്താണ് ബലം എന്ന് പറഞ്ഞത്? നിർവചനം കൊടുത്തതും അതുപോലെ തന്നെ ബലത്തിനൊരു ഇക്വേഷൻ സമവാക്യം കൊടുത്തതും എല്ലാം ഏതിലാണ്? ചലന നിയമങ്ങളിലല്ലേ ആണ്. ഈ ചലന നിയമം ആരുടെയാണ്? അത് ന്യൂട്ടന്റെ അല്ലേടാ? ആണ്. സോ സംഭവം എത്രയേ ഉള്ളൂടാ, ബലത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് ചലന നിയമത്തിൽ. ചലന നിയമം പറഞ്ഞത് ആരാണ്? ന്യൂട്ടൻ അല്ലേ? സോ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ബലത്തിനൊരു നിർവചനവും സമവാക്യവും ഒക്കെ കൊടുത്ത വ്യക്തിയാണ് ആര്? ന്യൂട്ടൻ. അതുകൊണ്ടാണ് ബലത്തിന്റെ യൂണിറ്റ് ആക്കി നമ്മൾ ഏതിനെ എടുത്തത്? ന്യൂട്ടനെ എടുത്തത്. ക്ലിയർ? പരിപാടി കഴിഞ്ഞു. ഇനി ന്യൂട്ടൻ ഈ ചലന നിയമത്തെ പറ്റി പറഞ്ഞിരിക്കുന്ന ഏത് പുസ്തകത്തിലാണ്? അത് പ്രിൻസിപ്പിയ മാത്തമെറ്റിക്കയിലാണ്. സോ ഒരു ചോദ്യമുണ്ട്, ന്യൂട്ടൻ ബലത്തെ പറ്റി പറഞ്ഞത് ചലന നിയമത്തിൽ, ചലന നിയമം കിടക്കുന്നത് പ്രിൻസിപ്പിയ മാത്തമെറ്റിക്കയിൽ. അതായത് ന്യൂട്ടൻ ഇവിടെ ബലത്തെ പറ്റി പറഞ്ഞതും ഏത് പുസ്തകത്തിലാണ്? പ്രിൻസിപ്പിയ മാത്തമെറ്റിക്കയിൽ അല്ലേ? ആണ്. വളരെ സിമ്പിൾ. അതുകൊണ്ട് ബലത്തിന്റെ അടിസ്ഥാന തത്വം എന്നറിയപ്പെടുന്ന പുസ്തകമാണ് ഏത്? പ്രിൻസിപ്പിയ മാത്തമെറ്റിക്ക. സോ അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പിയ മാത്തമെറ്റിക്കയിൽ ന്യൂട്ടൻ ചലന നിയമത്തെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ? അല്ല. പ്രിൻസിപ്പിയ മാത്തമെറ്റിക്കയിൽ തന്നെയാണ് ന്യൂട്ടൻ ഗുരുത്വാകർഷണ തത്വവും എന്ത് ചെയ്തിരിക്കുന്നത്? പറഞ്ഞിരിക്കുന്നത്. ആപ്പിള് തലയിൽ വീണയാളല്ലേ ന്യൂട്ടൻ? ആപ്പിള് തലയിൽ വീണപ്പോൾ ന്യൂട്ടൻ കണ്ടുപിടിച്ചത് ചലന നിയമമാണോ? അല്ല. അതേതാണ്? ഗുരുത്വാകർഷണമാണ് ആപ്പിൾ വീണപ്പം കണ്ടുപിടിച്ചത്. അത് പറഞ്ഞിരിക്കുന്നതും ഏതിലാണ്? പ്രിൻസിപ്പിയ മാത്തമെറ്റിക്കയിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചലന നിയമം എന്ന് പറയുമ്പോൾ 3 എണ്ണം. 1, 2, 3. ഫോർ എവറി ആക്ഷൻ there is an equal and opposite reaction. മൂന്നാം ചലന നിയമം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ 1, 2, 3 ഇതിനെ ഞാൻ ഇങ്ങനെ എടുത്തു. ഇതിൽ 1-ൽ എന്തിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്? ജഡത്വത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. 2-ൽ എന്തിനെ പറ്റി പറയുന്നു? ആക്കം അതുപോലെ തന്നെ ബലം. ഇതിനെ പറ്റിയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്, 2 പറഞ്ഞിരിക്കുന്നത്. 3-ൽ പ്രതിപ്രവർത്തനത്തെ പറ്റി പറഞ്ഞിരിക്കുന്നു അല്ലേടാ? പ്രതിപ്രവർത്തനം. ഫോർ എവറി ആക്ഷൻ there is an equal and opposite reaction. റിയാക്ഷനെ പറ്റി പറയുന്നു പ്രതിപ്രവർത്തനം. ജഡത്വം അല്ലേ? ജഡത്വം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ള ഏതൊക്കെ ജഡത്വമാണ്? ചലന ജഡത്വവും അതുപോലെ തന്നെ നിശ്ചല ജഡത്വവും. ഒന്നും കൂടി ഉണ്ട്, ദിശാജഡത്വം. അതിപ്പോ ഇവിടെ വേണ്ട. ചലന ജഡത്വവും നിശ്ചല ജഡത്വവും. അപ്പൊ എന്താണ് ചലന ജഡത്വം? ചലിക്കുന്ന വസ്തുവിന് ചലിച്ചുകൊണ്ട് തന്നെ ഇരിക്കാനുള്ള താല്പര്യമാണ് ചലന ജഡത്വം. നിശ്ചലാവസ്ഥയുള്ള വസ്തുവിന് നിശ്ചലാവസ്ഥയിൽ തന്നെ ഇരിക്കാനുള്ള താല്പര്യമാണ് നിശ്ചല ജഡത്വം. അതല്ലേ PSC എക്സാമ്പിൾ അല്ലേ ചോദിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, ഫാൻ ഓഫ് ചെയ്ത ശേഷവും കുറച്ചു നേരം കറങ്ങുന്നു. ചലിച്ചുകൊണ്ടിരുന്ന വസ്തു അതിന് ചലിച്ചുകൊണ്ട് തന്നെ ഇരിക്കാനായിരിക്കും താല്പര്യം. സോ അത് ഏത് ജഡത്വം? ചലന ജഡത്വം. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്ന് നമ്മൾ ചാടി ഇറങ്ങാൻ മുന്നിലേക്ക് പോകും. അതും ഏത് ജഡത്വമാണ്? ചലന ജഡത്വം അല്ലേ? എന്നാൽ നിർത്തിയിട്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യാത്രക്കാർ മുന്നിലേക്ക് പോകുന്നു. അത് ഏത് ജഡത്വമാണ്? അത് നിശ്ചല ജഡത്വമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ബസ് നിർത്തിയിട്ടേക്കാണ്, പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പിന്നിലോട്ടോ മുന്നിലോട്ടോ ഒക്കെ എന്ത് ചെയ്യടാ? ഒന്ന് പോവും. അതിന് കാരണം നിശ്ചല ജഡത്വം. കാരണം നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിന് നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാനുള്ള താല്പര്യമാണ് നിശ്ചല ജഡത്വം. സോ ചോദിക്കുമ്പോൾ നിങ്ങൾ ഒറ്റ കാര്യം ആലോചിക്കുക, ആ വസ്തു ചലിച്ചുകൊണ്ടാണ് ഇരുന്നതെങ്കിൽ അത് ചലന ജഡത്വം, ആ വസ്തു അനങ്ങാതെയാണ് ഇരുന്നതെങ്കിൽ അത് നിശ്ചല ജഡത്വം. ബസ് ആലോചിച്ച് നോക്കുക, ബസ്സിൽ നമ്മളിങ്ങനെ ചുമ്മാ ഇരിക്കുകയല്ലേ ചെയ്തത്. അപ്പൊ അതിനുശേഷം ഇരുന്നതിന് ശേഷം സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നമുക്കുള്ളത് ഏതാണ്? നിശ്ചല
ജഡത്വം. ക്ലിയർ ആയോ? എന്നാൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് ബ്രേക്ക് പിടിക്കുമ്പോൾ മുന്നിലേക്ക് പോകുന്നത് അത് ഏത് ജഡത്വം? ചലന ജഡത്വം. സോ അങ്ങനെ നമ്മൾ ജഡത്വത്തെ പറഞ്ഞു. ഇനി ആക്കം, രണ്ടിലുള്ളത് ആക്കം അല്ലേ? ആക്കം എന്ന് പറഞ്ഞാൽ ചലിക്കുന്ന ഒരു വസ്തുവിന് മറ്റൊരു വസ്തുവിൽ ഏൽപ്പിക്കാൻ കഴിയുന്ന ആഘാതത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആക്കം എന്ന് വിളിക്കുന്നത്. അതായത് ഒന്നുമില്ലടാ, ഞാൻ ഓടിക്കൊണ്ടുവന്ന് നിങ്ങളെ ദേഹത്ത് തട്ടിയെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് എന്തുണ്ടാകും? ഒരു ഡാമേജ് ഉണ്ടാവൂലേ? ഈ ഡാമേജിനെ, ഈ ആഘാതത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ആക്കം. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെ നിൽക്കുന്നു, ഞാൻ ഇവിടെ നിൽക്കുന്നു, ഞാൻ ഓടി വന്നിടിച്ചാലേ നിങ്ങൾക്ക് എന്തുണ്ടാകൂ? ഒരു ആഘാതം ഉണ്ടാവുള്ളൂ അല്ലേ? അല്ലാതെ ഞാൻ ഇവിടെ നിശ്ചലാവസ്ഥയിൽ നിന്നാൽ എനിക്ക് നിങ്ങൾക്ക് ആഘാതം ഉണ്ടാക്കാനുള്ള കഴിവൊന്നുമില്ല. നിശ്ചലാവസ്ഥയിൽ നിൽക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് എന്ത് ഡാമേജ് ഉണ്ടാക്കാൻ പറ്റും? പറ്റൂല. അതുകൊണ്ട് നിശ്ചലാവസ്ഥയുള്ള വസ്തുക്കൾക്ക് എന്തില്ല? ആക്കം ഇല്ല. ഫിസിക്സിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സീറോ എന്നല്ലേ? സോ നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളുടെ ആക്കം എത്രയാണ്? 0 ആണ്. അപ്പൊ ചലിക്കുന്ന വസ്തുക്കൾക്ക് മാത്രമുള്ള സവിശേഷ ഗുണമാണ് എന്ത്? ആക്കം. മനസ്സിലായോ? സോ ആക്കം എങ്ങനെ കണ്ടുപിടിക്കാം? ആക്കത്തെ സൂചിപ്പിക്കുന്ന ലെറ്റർ പി ആണ്. പി നോക്ക്, ആക്കത്തിന്റെ ഇംഗ്ലീഷ് മൊമെന്റം ആണ്. എം അല്ലേ കൊടുക്കേണ്ടത്? പക്ഷെ അവിടെ എം കൊടുത്തില്ല. കാരണം എം നമ്മൾ ആൾറെഡി ആർക്ക് കൊടുത്തു? മാസിന് കൊടുത്തു. അപ്പൊ ആക്കം കണ്ടുപിടിക്കാനുള്ള ഫോർമുല മാസ് ഇൻറ്റു വെലോസിറ്റി. മാസിന്റെ എമ്മും വെലോസിറ്റി വി, പ്രവേഗത്തിന്റെ വിയും. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി മൂന്നാം ചലന നിയമത്തിൽ പ്രതിപ്രവർത്തനത്തെ പറ്റി പറയുന്നു. എക്സാമ്പിൾ ആണ് എപ്പോഴും ചോദിക്കാറുള്ളത്. റോക്കറ്റ് മുകളിലോട്ട് പോകുന്നത് അല്ലേടാ, അതുപോലെ തന്നെ നീന്തുന്നത്, തുഴയുന്നത്, ഇതെല്ലാം ഏതാണ്? മൂന്നാം ചലന നിയമമാണ്. ഒരെണ്ണമുണ്ട്, ജല ഉപരിതലത്തിലുള്ള തോണിയിൽ നിന്ന് ഒരാൾ കരയിലേക്ക് ചാടുമ്പോൾ തോണി അല്പം പുറകിലേക്ക് പോകുന്നത്, അതും മൂന്നാം ചലന നിയമമാണ്. കാരണം നമ്മൾ പിന്നിലേക്ക് ബലം കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് ചാടുന്നത്, മുന്നിലേക്ക് ചാടുന്നത്. അപ്പൊ ഈ 3 ചലന നിയമവും നമ്മൾ യൂണിറ്റ് ആൻഡ് മെഷർമെന്റിൽ നിന്ന് തുടങ്ങി കണക്ട് ചെയ്ത് ഇതുവരെ എത്തിയില്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് ഇവിടെ നമ്മൾ തിരിച്ചു വന്ന് നോക്കുമ്പോൾ താപനിലയുടെ കേസ് നമ്മൾ പറഞ്ഞു അല്ലെ? താപനില കെൽവിൻ. ഇവിടെ നമുക്ക് തെറ്റിപ്പോകും. താപത്തിന്റെ യൂണിറ്റ് എന്ന് ചോദിക്കും. താപത്തിന്റെ യൂണിറ്റ് ഏതാണ്? ജൂൾ ആണ്. താപനിലയുടെ യൂണിറ്റ് ആണ് കെൽവിൻ, താപത്തിന്റെ യൂണിറ്റ് ആണ് ജൂള്. നോക്ക്, ഭാരവും താപവും രണ്ടും ഏതിലില്ല? നമ്മുടെ അടിസ്ഥാന അളവുകളിൽ ഇല്ല. മാസും താപനിലയുമാണ് ഏതിലുള്ളത്? അടിസ്ഥാന അളവുകളിൽ ഉള്ളത്. ക്ലിയർ ആയോ? എടാ, ഭാരത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, എന്നിട്ട് ന്യൂട്ടൺ സത്യത്തിൽ എന്തിന്റെ യൂണിറ്റ് ആണെന്ന് പറഞ്ഞു? ബലത്തിന്റെ യൂണിറ്റ് ആണെന്ന് പറഞ്ഞില്ലേ? അതുപോലെ താപത്തിന്റെ യൂണിറ്റ് ജൂള്. അങ്ങനെയാണെങ്കിൽ ജൂള് സത്യത്തിൽ എന്തിന്റെ യൂണിറ്റ് ആണ്? ജൂള് എനർജി അല്ലെങ്കിൽ ഊർജത്തിന്റെ യൂണിറ്റ് ആണ് ജൂള്. സോ അവിടെ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ? പറ്റും. നോക്കിക്കോ, എനർജിയുടെ യൂണിറ്റ് ശ്രദ്ധിച്ച് കേൾക്കണേടാ, എനർജിയുടെ യൂണിറ്റ് ആണ് ഏത്? ജൂള് ആണ്. പക്ഷേ സാറേ അങ്ങനെയല്ലല്ലോ, ഇതിന് വേറൊരു മാറ്റമില്ലേ? മാറ്റമുണ്ട്. ഇങ്ങനെ പഠിക്കാം, എനർജിയുടെ SI യൂണിറ്റ് ജൂള്, എനർജിയുടെ CGS യൂണിറ്റ് ആണ് എർഗ്. ഇപ്പം ക്ലിയർ ആയില്ലേ? അപ്പോഴും ഒരു പ്രശ്നമുണ്ട്, സാറേ വർക്കിൻ്റെതാണല്ലോ ഞാൻ പഠിച്ചു വെച്ചത്, വർക്കിന്റെ യൂണിറ്റ് ജൂൾ എന്നല്ലേ ഞാൻ പഠിച്ചു വെച്ചത്? തന്നെടാ, എനർജി ഇതേ ഇവിടെ കിടക്കുന്നു. വർക്കും താപവും ഒരു തരം ഊർജമാണ്. അതുകൊണ്ട് അവരുടെ യൂണിറ്റ് ഇതായിരിക്കും. മനസ്സിലാകുന്ന രീതിക്ക് പറഞ്ഞാൽ നോക്കിക്കോ, നമ്മുടെ നീളത്തിന്റെ യൂണിറ്റ് ആണ് സത്യത്തിൽ മീറ്റർ. ദൂരവും സ്ഥാനാന്തരവും ഉയരവും എല്ലാം പറഞ്ഞിട്ട് യൂണിറ്റ് ചോദിച്ചാലും ഏത് തന്നെ പറയും? മീറ്റർ എന്ന് തന്നെ പറയും അല്ലെ? ദൂരത്തിന്റെയും സ്ഥാനാന്തരത്തിന്റെയും ഉയരത്തിന്റെയും യൂണിറ്റ് നമ്മൾ ഏതെന്ന് തന്നെ പറയും? മീറ്റർ എന്ന് തന്നെ പറയും. പക്ഷെ സത്യത്തിൽ മീറ്റർ എന്തിന്റെ യൂണിറ്റ് ആണ്? നീളത്തിന്റെ അല്ലേ? പിന്നെ എന്തുകൊണ്ട് ഇവരുടെയും യൂണിറ്റ് മീറ്റർ ആയി എന്ന് ചോദിച്ചാൽ ഈ കിടക്കുന്നതെല്ലാം നീളമല്ലേ? ദൂരവും സ്ഥാനാന്തരവും ഉയരവും ഒരു തരം നീളമായതുകൊണ്ടാണ് ഇതിന്റെ യൂണിറ്റ് എന്തായിട്ട് മാറിയത്? മീറ്റർ ആയിട്ട് മാറിയത്. അപ്പൊ എവിടെയൊക്കെ നീളം വരുമോ അവിടെയൊക്കെ യൂണിറ്റ് എന്തായിരിക്കും? മീറ്റർ ആയിരിക്കും. നോക്ക്, വീതി ഒരു തരം നീളമല്ലേ? അപ്പം വീതിയുടെ യൂണിറ്റും ഏത് തന്നെ ആയിരിക്കും? മീറ്റർ ആയിരിക്കും. അപ്പൊ എവിടെയൊക്കെ നീളം വരുമോ അവിടെയൊക്കെ യൂണിറ്റ് മീറ്റർ അല്ലേടാ? അതുപോലെ എവിടെയൊക്കെ ഊർജം വരുമോ അവിടെയൊക്കെ SI യൂണിറ്റ് ജൂളും CGS യൂണിറ്റ് എർഗുമായിരിക്കും. അതായത് വർക്കും താപവും ഒരു തരം ഊർജമല്ലേ? അതുകൊണ്ട് വർക്കിന്റെയും താപത്തിന്റെയും യൂണിറ്റ് ചോദിച്ചാൽ ഇത് പറഞ്ഞാൽ പോരെ? ചുരുക്കി പറഞ്ഞാൽ എനർജിയുടെയും വർക്കിന്റെയും താപത്തിന്റെയും യൂണിറ്റ് ജൂളും CGS യൂണിറ്റ് ഏതുമാണ്? എർഗും ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താപം ഒരു ഊർജമാണ്. ആണല്ലോ, താപം ഒരു ഊർജമാണ് എന്ന് ആദ്യമായി പറഞ്ഞ വ്യക്തിയാണ് ജെയിംസ് പ്രെസ്കോട്ട് ജൂള്. താപം ഒരു ഊർജമാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ജെയിംസ് പ്രെസ്കോട്ട്
ജൂള് ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യം. സോ എടാ ഇവിടെ രണ്ട് വ്യക്തികളുടെ പേര് പഠിക്കണം. താപം ഒരു ഊർജ്ജമാണ് എന്ന് പറഞ്ഞത് ജെയിംസ് പെർസ്കോട്ട് ജൂളാണ്. അങ്ങനെയാണെങ്കിൽ ഊർജം എന്ന വാക്ക്, എനർജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് ആര്? അത് തോമസ് യങ്. ആരാണ്? അത് തോമസ് യങ്. യങ്ങായിട്ടുള്ള ആൾക്കാർക്ക് എന്ത് കൂടുതലാണ്? ഊർജം കൂടുതലാണ്. സോ തോമസ് യങ്ങിന്റെ വേറൊരു പോയിന്റ് പറയാം. യങ് അല്ലടാ, സോറി, തോമസ് യങ്. തോമസ് യങ്ങിന്റെ വേറൊരു പോയിന്റ് പറയാൻ പറഞ്ഞാൽ പ്രാഥമിക നിറങ്ങളെ തിരിച്ചറിഞ്ഞയാളാണ് ആര്? തോമസ് യങ്. അല്ലേ? കണക്ട് ചെയ്യ്. ഏതൊക്കെയാണ് പ്രാഥമിക നിറങ്ങൾ? പച്ച, നീല, ചുമപ്പ്. ഇതല്ലേ ഏതെന്ന് പറയുന്നത്? പ്രാഥമിക നിറങ്ങൾ. ദ്വിതീയ നിറങ്ങൾ ഏതൊക്കെയാടാ? ദ്വിതീയ നിറങ്ങൾ ഇത് കൂടി ചേർന്നുണ്ടാകുന്ന ദ്വിതീയ നിറങ്ങൾ അത് മഞ്ഞ, അതുപോലെ തന്നെ ഏതാണ്? മജന്ത, അതുപോലെ സിയാൻ. ഇത് മൂന്നും അല്ലേ ദ്വിതീയ നിറങ്ങൾ. സോ ഇത് പഠിക്കാൻ വേണ്ടി നിങ്ങൾ കോഡ് പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ഏതൊക്കെ കൂടി ചേർന്നാണെന്ന് ചോദിച്ചാൽ ഒരു ത്രികോണം വരയ്ക്കുന്നു അല്ലേ, എന്നിട്ട് എഴുതും. ഒരു സൈഡിൽ നിന്ന് നിങ്ങൾ എഴുതി തുടങ്ങും. ഗാന്ധിജിയുടെ രണ്ടാമത്തെ ഭാര്യ യമുനയിൽ മുങ്ങി ചത്തു. ഇതല്ലേ നമ്മുടെ കോഡ്. ഗാന്ധിജിയോ ഗോപാലനോ ഏത് വേണോ എടുക്കാം. ഗാന്ധിജി എന്നാണ് ഞാൻ പറഞ്ഞു പഠിപ്പിക്കാറുള്ളത്. ഗാന്ധിജിയുടെ രണ്ടാമത്തെ ഭാര്യ യമുനയിൽ മുങ്ങി ചത്തു. ഗാന്ധിജിക്ക് രണ്ടാമത്തെ ഭാര്യ ഉണ്ടോ സാറേ എന്നൊന്നും കമന്റ് ഇട്ട് കളയരുത്. സിമ്പിൾ ആണ്. സോ ഇവിടെ ജിയും ആറും അതാണ്. ഗ്രീനും റെഡും ചേർന്നാൽ വൈ, യെല്ലോ. ആറും ബിയും റെഡും ബ്ലൂവും ചേർന്നാൽ മജന്ത. ഗ്രീനും ബ്ലൂവും ചേർന്നാൽ സിയാൻ. തീർന്ന്. ഈ ഒരൊറ്റ കോഡ് മതി. ഗാന്ധിജിയുടെ രണ്ടാമത്തെ ഭാര്യ യമുനയിൽ മുങ്ങിച്ചത്തു. ഒരു പ്രശ്നം, നിങ്ങൾ ഇങ്ങനെ എഴുതി വരും, എന്നിട്ട് ഇവിടെ കൊണ്ട് യമുന ഇട്ട് കൊടുക്കും. അതാണ് പ്രശ്നം. സോ അത് സിമ്പിൾ ആണ്ടാ പരിഹരിക്കാൻ വേണ്ടി. നിങ്ങൾ എഴുതി തുടങ്ങിയത് ഇങ്ങനെയല്ലേ? സോ ഈ ഒരു വഴിയിലാണ് നമ്മൾ പോയത് ഈ ഒരു വഴിയിലാണ് പോയതെങ്കിൽ ഇതല്ലേ നമ്മുടെ റൂട്ട് മാപ്പ്. ഇതേ രീതിക്ക് തന്നെ അടുത്തതും എന്ത് ചെയ്യുക? എഴുതുക. അതേ രീതിക്ക് തന്നെ എഴുതി പോയാൽ നമുക്ക് കിട്ടുന്നതേ ഉള്ളൂ. സോ നേരെ ഞാൻ ഏതുവരെ എത്തി? പ്രകാശം വരെ എത്തി. ഇനി ഇവിടെ നോക്ക്. ഈ ഊർജത്തെ തന്നെ പിന്നെയും കണക്ട് ചെയ്യാൻ പറ്റും. ഊർജത്തെ രണ്ടായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? ഗതികോർജവും സ്ഥിതികോർജവും. അല്ലേ? ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് കിട്ടുന്ന ഊർജമാണ് ഗതികോർജം. അതിന്റെ സ്ഥാനം കൊണ്ട് കിട്ടുന്ന ഊർജമാണ് സ്ഥിതികോർജം. സ്ഥിതികോർജം എങ്ങനെ കണ്ടുപിടിക്കാടാ? mgh. ഗതികോർജം എങ്ങനെ കണ്ടുപിടിക്കാം? ഹാഫ് mv². മാസും വെലോസിറ്റിയും കൂടിയാൽ എന്ത് കൂടും? ഗതികോർജം കൂടും. മാസും ഹൈറ്റും കൂടിയാൽ എന്ത് കൂടും? സ്ഥിതികോർജം കൂടും. ഉയരം കൂടുമ്പോൾ എന്തും കൂടും? സ്ഥിതികോർജവും കൂടും. ഇവിടുത്തെ വാല്യൂസ് മാറുന്നതനുസരിച്ച് നമുക്ക് എന്താണ് കിട്ടുന്ന ഉത്തരവും മാറും. ജിയുടെ വാല്യൂ എത്രയാണ്? 9.8 ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ G = 10 എന്ന് തന്നാൽ ഏതെടുക്കാം? 10 എടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പഠിച്ചുകൊണ്ടാണ് നിങ്ങളോട് എക്സാമ്പിൾ ആയിരിക്കും ചോദിക്കുന്നത്. ഒന്നുമില്ലടാ, ചലനമുണ്ടെങ്കിൽ ഗതികോർജം, അതിൽ ചലനമില്ലെങ്കിൽ സ്ഥിതികോർജം. അത്രേ ഉള്ളൂ. ചലനം ഉണ്ടോ? അത് ഗതികോർജം. ചലനമില്ലേ? അത് സ്ഥിതികോർജം. നോക്ക്, പായുന്ന ബുള്ളറ്റ് ചലിക്കുകയല്ലേ? ചലിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിൽ ഏത് ഊർജമായിരിക്കും? ഗതികോർജമായിരിക്കും. ഇനി ജലസംഭരണി ഇല്ലേ? ജലസംഭരണിയിലെ ജലം അത് സംഭരിച്ചു വെച്ചിരിക്കുകയല്ലേ? സോ അത് ഏതാണ്? അത് സ്ഥിതികോർജമാണ്. ചലനമുണ്ടോ? ഇല്ല. മേശപ്പുറത്തിരിക്കുന്ന പുസ്തകം ചലിക്കുന്നുണ്ടോ? ഇല്ല. ചലനമില്ലെങ്കിൽ സ്ഥിതികോർജം. ഇതൊക്കെ പഠിച്ചുകൊണ്ടാണ് നിങ്ങളോട് PSC ചോദിക്കും, ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളത്തിന്റെ ഊർജം. ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുമ്പോൾ അതിന് ചലനം ഉണ്ടാടാ? ഇല്ല. ചലനമില്ലാത്തത് കൊണ്ട് ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളത്തിന്റെ ഊർജം ഏതാണ്? സ്ഥിതികോർജമാണ്. മനസ്സിലായോ? സോ ഞാൻ ഇങ്ങനെ പറഞ്ഞ് എന്തോരം കാര്യങ്ങൾ പറഞ്ഞു. ഇനിയും നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഒരുപാട് കാര്യം കണക്ട് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. സോ ഇതിപ്പോ സമയപരിധി കൊണ്ടാണ് ഞാൻ ഇവിടെ നിർത്തുന്നേടാ. ഇവിടെ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ശ്രദ്ധിക്കുക. ഒരു സൈഡിൽ നിന്ന് തുടങ്ങി. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് വർക്ക് എനർജി പവറിലാണ്. നമ്മൾ ചലനം പറഞ്ഞു, അങ്ങനെ പല കോൺസെപ്റ്റും പറഞ്ഞു പോയി. തുടങ്ങിയത് ആദ്യത്തെ യൂണിറ്റ് ആൻഡ് മെഷർമെന്റ് എന്നാണ്. സോ ഈ ഒരു മെത്തേഡ്, ഇതിന്റെ പ്രത്യേകത, നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴും നിങ്ങൾ വീട്ടിൽ ജോലി ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഒന്നുമില്ല, മനസ്സിൽ ആലോചിക്കുക. അപ്പൊ ആലോചിച്ച് പോകുമ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ സ്റ്റക്ക് ആവും. അത് എവിടെയാണോ സ്റ്റക്ക് ആവുന്നതെന്ന് നോക്കിയിട്ട് അവിടെ സ്കിപ്പ് ചെയ്ത് പോകരുത്. നേരെ ചെന്ന് ബുക്ക് എടുത്ത് ആ ഒരു പോർഷൻ വായിച്ചിട്ട് വീണ്ടും കണക്ഷൻ തുടങ്ങുക. സയൻസ് സബ്ജക്റ്റുകൾ ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അപ്പോൾ ഇതുപോലത്തെ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് പിന്നീട് കാണാം. താങ്ക് യു.